സിൽവർ ജൂബിലി ആഘോഷങ്ങൾ 2026 മെയ് 13 ബുധനാഴ്ച രാവിലെ 9 മണി മുതൽ കോഴിക്കോട് നേച്ചർ ലൈഫിൽ വെച്ച് നടക്കുകയാണ്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നേച്ചർ ലൈഫ് TV-യിലേക്ക് ഹാർദമായ സ്വാഗതം. 4 നൂറ്റാണ്ടാകുന്നു പ്രകൃതി സന്ദേശ കേരള യാത്രയ്ക്ക്. എല്ലാ മാസവും 1-ാം തീയതി കാസർഗോഡ് കാഞ്ഞങ്ങാട് നിന്ന് ആരംഭിച്ച് 14-ാം തീയതി തിരുവനന്തപുരത്ത് സമാപിക്കുന്ന രീതിയിലുള്ള ഒരു യാത്ര. പരമാവധി അത് മുടങ്ങാതെ നടത്തിയിട്ടുണ്ട്. ചില ജില്ലകളിൽ ചില മാസങ്ങളിൽ മുടങ്ങും, എന്നാലും ഒരു 10-ലധികം ജില്ലകളിൽ മുടങ്ങാതെ തന്നെ ഞാൻ എൻ്റെ യാത്ര നടത്തിയിട്ടുണ്ട്. തിരിഞ്ഞു നോക്കുമ്പോൾ സന്തോഷമുണ്ട്, അഭിമാനമുണ്ട്. നിരവധിയായ സാധാരണക്കാരിൽ ആരോഗ്യത്തെക്കുറിച്ചൊരു പുതിയ ഒരവബോധം സൃഷ്ടിക്കാൻ എൻ്റെ യാത്രയ്ക്ക് കഴിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. നിരവധിയായ അനുഭവങ്ങൾ അങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. രാവിലെ ഓരോ ജില്ലയിലും 1-ാം തീയതി കാഞ്ഞങ്ങാട്, 2 കണ്ണൂർ, 3 വയനാട്, 4 കോഴിക്കോട്, 5 മലപ്പുറം, 6 പാലക്കാട്, അങ്ങനെയാണ് 14 ദിവസം തിരുവനന്തപുരത്ത് എത്തുന്നത്. എല്ലാ ജില്ലകളിലും ആത്മാർത്ഥതയുള്ള സംഘാടകർ, ജനാരോഗ്യ പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തകർ, നേച്ചർ ലൈഫിൻ്റെ പ്രകൃതി രീതികളിൽ നിന്ന് മെച്ചം കിട്ടിയിട്ടുള്ളവർ, അവരൊക്കെയാണ് സംഘാടകർ. എല്ലാ പരിപാടികളും മാറ്റിവെച്ച് ആ ദിവസം അവർ ഈ ക്ലാസിൻ്റെ സംഘാടനത്തിനായി എത്തുന്നു. രാവിലെ 10-10:30 തുടങ്ങിയിട്ട് ക്ലാസ്, അത് കഴിഞ്ഞ് കൺസൾട്ടേഷൻ, പലയിടത്തും പ്രകൃതി സദ്യ, അത് കഴിഞ്ഞ് ചിലപ്പോൾ പലയിടങ്ങളിലായിട്ട് കോളേജുകൾ, സ്കൂളുകൾ, റെസിഡൻസ് അസോസിയേഷനുകളിലെല്ലാം ക്ലാസ് ഉണ്ടായെന്ന് വരും, പൊതുയോഗങ്ങൾ ഉണ്ടായെന്ന് വരും. അതല്ലെങ്കിൽ മറ്റ് ഗാന്ധിമാർഗ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട പരിപാടികൾ ഉണ്ടാകും. അങ്ങനെ വളരെ സജീവമായ ദിവസങ്ങളാണ് 1 തുടങ്ങി 14 വരെ മിക്കവാറും ഉണ്ടാകുക. അനവധി ആളുകളെ എനിക്ക് സഹായിക്കാൻ, എൻ്റെ അറിവുകൾ പകർന്നു കൊടുക്കാൻ, സ്വയം ചികിത്സകരാക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. ഓരോരുത്തരെയും അവനവൻ്റെ ഡോക്ടറാക്കുന്ന ഒരു യജ്ഞമാണ് ഞാൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. രോഗങ്ങളില്ലാതെ എല്ലാ മനുഷ്യരും സന്തോഷത്തോടെ ആനന്ദത്തോടെ ജീവിക്കുന്ന ഒരു സമൂഹത്തെയാണ് ഞാൻ സ്വപ്നം കാണുന്നത്. അത് എത്രത്തോളം വിജയിച്ചു, എങ്ങനെയൊക്കെയാണ് എന്ന് വിലയിരുത്തേണ്ടത് ഭാവി കേരളമാണ്. അതിനെക്കുറിച്ച് കൂടുതൽ ഞാൻ പറയുന്നത് നന്നാവില്ല. പക്ഷേ എനിക്ക് സന്തോഷമുണ്ട്, തികഞ്ഞ സന്തോഷമുണ്ട്, ആനന്ദമുണ്ട്, ആത്മസംതൃപ്തിയുണ്ട്. ഒന്നുമില്ല എങ്കിലും ഓരോ ജില്ലയിലും ഈ പ്രകൃതി ജീവനം പാലിക്കുന്ന, അത് പ്രചരിപ്പിക്കുന്ന അനേകരെ വാർത്തെടുക്കാനെങ്കിലും സാധിച്ചിട്ടുണ്ട്. വലിയ എതിർപ്പുകൾക്കിടയിലാണ്, അതിശക്തമായ എതിർപ്പുകൾക്കിടയിലാണ് ഞാൻ ഈ പ്രകൃതി പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് നിങ്ങൾക്കറിയാം. ആകാശവാണിയിൽ ജീവനം അതിജീവനം എന്ന പേരിൽ ഞാനൊരു 5 വർഷത്തോളം പ്രകൃതി ചികിത്സാ പ്രഭാഷണങ്ങൾ നടത്തിയിരുന്നു. ഓരോ ആഴ്ചയ്ക്കും 10,000 രൂപ വീതം കൊടുത്തുകൊണ്ട് ഒരു സ്പോൺസേഡ് പരിപാടിയായിട്ടാണ് നടത്തിയിരുന്നത്. അതിനുണ്ടായ പാരകൾ, അതിനുണ്ടായ പ്രതിഷേധങ്ങൾ അത് ചെറുതൊന്നുമായിരുന്നില്ല. ആ സമയത്ത് മുഖ്യമന്ത്രി VS അച്യുതാനന്ദനായിരുന്നു. പല പ്രാവശ്യവും ആകാശവാണിയിലെ ചില ഉദ്യോഗസ്ഥന്മാർ, അവർക്ക് ഈ പരിപാടി ഇഷ്ടമല്ല. പലരുടെയും വിചാരം ഇത് ശാസ്ത്രീയമല്ല എന്നാണ്. അവർ വിശ്വസിക്കുന്ന അലോപ്പതിയാണ് ശാസ്ത്രീയം അല്ലാത്തത്. ശരിയായ ശാസ്ത്രം ഞാൻ പറയുന്ന പ്രകൃതി ചികിത്സയാണ്. കച്ചവട താല്പര്യമില്ലാത്ത ചികിത്സ. ഏതൊരു സാധാരണക്കാരനും
അവൻ്റെ ഭക്ഷണങ്ങളിൽ ചില മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട്, വെയിൽ കൊണ്ടുകൊണ്ട്, വേലിച്ചീര കഴിച്ചുകൊണ്ട്, അതുപോലുള്ള കറികൾ കഴിച്ചുകൊണ്ട്, കുപ്പച്ചീരയും തഴുതാമയും ഒക്കെ പറിച്ച് കറിയാക്കിക്കൊണ്ട് സ്വയം രോഗം മാറ്റിയെടുക്കാൻ കഴിയുന്ന, ഞാൻ പറയുന്ന പ്രകൃതി ചികിത്സയാണ് യഥാർത്ഥ ശാസ്ത്രം. പക്ഷേ രോഗികളെ മനഃപൂർവ്വം ഉണ്ടാക്കി, രോഗമുണ്ടാക്കി മരുന്ന് വിൽക്കുന്ന, കോടികൾ മുടക്കി മനുഷ്യരെ കസ്റ്റമേഴ്സാക്കാനിരിക്കുന്ന കച്ചവട ശാസ്ത്രത്തിന് അത് ദഹിക്കില്ല. അവരുടെ വലിയ പ്രതിഷേധങ്ങളുണ്ടായി. ആകാശവാണിയിലെ പ്രത്യേകിച്ച് തിരുവനന്തപുരം നിലയത്തിൽ ആ സമയത്തുണ്ടായിരുന്ന ഉദ്യോഗസ്ഥർ മറ്റു ചില നിലയങ്ങളിൽ നിന്നുമൊക്കെ പ്രതിഷേധങ്ങൾ പോയിരുന്നു. അവരെല്ലാം കൂടെ ഇടക്ക് നിർത്തും. അപ്പോൾ ഞാൻ മുഖ്യമന്ത്രിയായിരുന്ന VS അച്യുതാനന്ദൻ്റെ പേഴ്സണൽ ഡോക്ടറായിരുന്നു എന്ന് നിങ്ങൾക്കറിയാമല്ലോ. അദ്ദേഹത്തോട് പറയും, അദ്ദേഹം വിളിക്കും, എന്താണ്? അപ്പോൾ പറയും, അത് അലോപ്പതി ഡോക്ടർമാരുടെ IMAയുടെയൊക്കെ ഭയങ്കര പ്രതിഷേധമുണ്ട്. അവരുടെ പ്രതിഷേധം ഉണ്ടെങ്കിൽ അവർ അതിന് വേറെ പരിപാടി നടത്താൻ പറഞ്ഞാൽ മതി. ജേക്കബ് പറയുന്ന പരിപാടിക്ക് എന്തെങ്കിലും പോരായ്മയുണ്ടെങ്കിൽ അല്ലെങ്കിൽ തെറ്റുണ്ടെങ്കിൽ അവർക്ക് പറയാമല്ലോ. ഈ പരിപാടി കൊടുക്കാൻ പറയും. അങ്ങനെ നിവൃത്തിയില്ലാതെ അവർ കൊടുക്കും. VS മുഖ്യമന്ത്രി പദത്തിൽ നിന്ന് അങ്ങ് ഇറങ്ങം കണ്ട താമസം ആകാശവാണിക്കാർ കരാർ അവസാനിപ്പിച്ചു, പരിപാടി നിർത്തി. അതിനുശേഷവും KK ശൈലജ വന്നതിന് ശേഷം എന്നെ സ്കൂളുകളിൽ കടത്തരുത് എന്ന് ഉത്തരവിട്ടു. എഴുതിയ ഉത്തരവാകണമെന്നില്ല. ഏതായാലും പല സ്കൂളുകളിൽ നിന്നും പറഞ്ഞു, മന്ത്രിയുടെ നിർദ്ദേശമുണ്ട്, അല്ലെങ്കിൽ ആരോഗ്യ വകുപ്പിൻ്റെ നിർദ്ദേശമുണ്ട്, അതുകൊണ്ട് സാറിനെ ഒന്ന് വിളിക്കണമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. നിവൃത്തിയില്ല. ഞാൻ പറയും, ഞാൻ വന്നു കഴിഞ്ഞാൽ കുട്ടികളോട് മിഠായി തിന്നരുത്, ചോക്ലേറ്റ് തിന്നരുത്, ബിസ്ക്കറ്റ് തിന്നരുത്, ഐസ്ക്രീം തിന്നരുത്, ചായ കാപ്പി കുടിക്കരുതെന്നൊക്കെ പറയും. പിന്നെ മരുന്ന് കഴിക്കരുതെന്ന് പറയും. അപ്പോൾ അവർക്കാർക്കും ഇഷ്ടപ്പെടില്ല. ആരോഗ്യവകുപ്പിന് കൂടുതൽ രോഗികളെ കിട്ടണമെന്നുള്ളതാണല്ലോ. അതുകൊണ്ടല്ലേ സകല കുട്ടികൾക്കും അവർ ഇരുമ്പ് ഗുളിക കൊടുക്കുന്നത്. അതിൻ്റെയൊക്കെ ദോഷഫലം കരൾ മാറ്റം, കിഡ്നി മാറ്റമായിട്ടൊക്കെ വരും. കണ്ണും മൂക്കും ഇല്ലാണ്ട് ഇങ്ങനെ കാണുന്ന കുട്ടികൾക്കെല്ലാം വരെ മരുന്ന്, ഇരുമ്പ് ഗുളിക, മുട്ടയും പാലും. ഇതൊക്കെ ക്രിമിനൽ ആക്ടിവിറ്റീസാണ്. കേരള ആരോഗ്യവകുപ്പ് നടത്തുന്ന ഗുരുതരമായ ക്രിമിനൽ കുറ്റങ്ങളാണ്, ആരോഗ്യ കുറ്റങ്ങളാണ്. ഇതൊക്കെ ഞാൻ പറയും. അത് കഴിഞ്ഞ് KK ശൈലജ DGPയെ പോയി കണ്ട് നിർബന്ധപൂർവ്വം എന്നെ അറസ്റ്റ് ചെയ്യിച്ചു. കാരണമൊന്നും ഉണ്ടായിരുന്നില്ല. അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ആരോഗ്യവകുപ്പിൻ്റെ ഡയറക്ടറായിരുന്ന ഒരു ഡോക്ടർ സരിതയെ കൊണ്ട് ഒരു പരാതി എഴുതി കൊടുപ്പിച്ചു. മെഡിക്കൽ കോളേജ് തിരുവനന്തപുരത്തെ SFI യൂണിറ്റിനെ കൊണ്ട്, സെക്രട്ടറിയെ കൊണ്ട് ഒരു പരാതി, ഞാൻ വാക്സിനെതിരെ സംസാരിക്കുന്നു എന്ന് പറഞ്ഞ് എഴുതി കൊടുപ്പിച്ചു. KK ശൈലജ അലോപ്പതി മരുന്ന് കമ്പനികളുടെ വിനീത ദാസിയായിരുന്നു എന്ന് തോന്നുന്നു. അമേരിക്കയിൽ ഒരു വാക്സിൻ കോടതിയുള്ളതോ, $6 ബില്യൺ വാക്സിൻ കൊണ്ട് മരിച്ചുപോയ കുട്ടികളുടെ രക്ഷകർത്താക്കൾക്കും തളർന്നുപോയ കുട്ടികൾക്കും മറ്റു രോഗങ്ങളുണ്ടായവർക്കും നഷ്ടപരിഹാരം കൊടുത്തതൊന്നും ശൈലജയ്ക്ക് അറിയണമെന്നില്ല. ഏതായാലും എന്നെ പിടിച്ച് ജയിലിലിട്ടു. ജയിൽവാസം എനിക്ക് അനുഗ്രഹമായി. ഞാൻ നീണ്ട ഉപവാസം എടുത്തു. 7 ദിവസം പച്ചവെള്ളം മാത്രം കഴിച്ച് ഉപവസിച്ചു. പിന്നെ കരിക്ക് പിടിക്കാമെന്ന് പറഞ്ഞപ്പോൾ ജയിലിൽ എനിക്ക് കരിക്കൊക്കെ കിട്ടി. ആ കഥയൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. അതോടെ കൂടുതൽ ആളുകൾ ഞാൻ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ തുടങ്ങി. പിടിച്ച് ജയിലിലിട്ടിട്ടും എന്തുകൊണ്ട് ഈ മനുഷ്യൻ പതറാതെ പറയാനുള്ള കാര്യങ്ങൾ പറയുന്നു, അപ്പോൾ അതിലെന്തെങ്കിലും കാര്യം ഉണ്ടാകുമല്ലോ എന്ന വിചാരത്തിലേക്ക് കേരളം വന്നു. കൂടുതൽ പരിശോധിച്ച ആളുകൾ ഞാൻ പറയുന്നതാണ് ശരിയെന്ന് ബോധ്യപ്പെട്ടു. ഈ യാത്രയുടെ മറ്റൊരു ഭാഗമായിരുന്നു യുക്തിവാദികളുമായിട്ട് പല ഭാഗത്തും നടന്ന എൻ്റെ സംവാദം. രവിചന്ദ്രനായിട്ടും ഡോക്ടർ KP മോഹനായിട്ടും ഡോക്ടർ ജോസ്റ്റിനായിട്ടും ഒക്കെ യുക്തിവാദി സമ്മേളനങ്ങളിലൊക്കെ നടന്ന സംവാദങ്ങൾ. അതിൽ ആയിരക്കണക്കിന് ആളുകൾ അത് കണ്ടു, യൂട്യൂബിലെല്ലാം കണ്ടു. ഞാൻ പറഞ്ഞ കാര്യങ്ങൾക്ക് മറുപടിയില്ല. ഞാൻ ഉയർത്തിയ വിഷയങ്ങൾ ശരിയാണ്. അതുകൊണ്ടിപ്പോൾ യുക്തിവാദികൾ സംവാദത്തിന് തയ്യാറല്ല എന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നു.
പാലക്കാട് നെന്മാറയിലുള്ള രാധാകൃഷ്ണനും സുഹൃത്തുക്കളുമൊക്കെ അവരുടെ സംഘടന, തൃശ്ശൂരിലെ സാഹിത്യ അക്കാദമിയിലെ സംവാദം, അത് വേണ്ട രീതിയിലായില്ല, അതുകൊണ്ട് ഒരെണ്ണം കൂടെ വേണമെന്ന് തീരുമാനിച്ച് എന്നെ സമീപിച്ചു. ഞാൻ സമയം കൊടുത്തു. അവർക്ക് ശ്രീ രവിചന്ദ്രനെ തന്നെ വേണമെന്നൊരു കൊണ്ട് എന്നോട് പറഞ്ഞു, അദ്ദേഹത്തെ തന്നെ ഞങ്ങൾ വിളിക്കുന്നത്. ഞാൻ പറഞ്ഞു വളരെ സന്തോഷം. രവിചന്ദ്രനുമായി ബന്ധപ്പെട്ടു. ഈ മാസം സമയമില്ല, അടുത്ത മാസമില്ല, ഏപ്രിൽ കഴിഞ്ഞിട്ടേ പറ്റുള്ളൂ, എപ്പോഴായാലും ഞാൻ തയ്യാറെന്ന് പറഞ്ഞു. പിന്നെ അവർ ബന്ധപ്പെട്ടിട്ട് ഇപ്പോൾ മറുപടി ഇല്ല എന്നാണ് അവർ പറയുന്നത്. ഡോക്ടർ ജോസ്റ്റിനുമായി ബന്ധപ്പെട്ടു. അദ്ദേഹം തിരക്കാണെന്ന് പറഞ്ഞൊഴിഞ്ഞു. വേറെ ആരെങ്കിലുമൊക്കെ ഇടാൻ പറഞ്ഞിട്ട് അതും ഇല്ല. അതിനിടയ്ക്ക് കോട്ടയത്തെ ഡോക്ടർ ജോജോ എന്ന് പറയുന്ന കാരിത്താസിലെ ഒരു ഡോക്ടറുണ്ടല്ലോ, ഞങ്ങളെയൊക്കെ പ്രകൃതി ചികിത്സകരെയും ആയുർവേദക്കാരെയും ഹോമിയോക്കാരെയൊക്കെ ഇങ്ങനെ വിമർശിക്കുന്ന, അദ്ദേഹവുമായ ഒരു സംവാദത്തിന്, അത് കോട്ടയത്തെ ദർശന വളരെ റെപ്യൂട്ടഡായ ഒരു സ്ഥാപനമാണ്. അവിടുത്തെ ഡയറക്ടർ ഫാദർ എമിലാണ് അദ്ദേഹത്തെ സംവാദത്തിലേക്ക് ക്ഷണിക്കാൻ പ്രയത്നിച്ചത്. അദ്ദേഹം അതിനൊന്നും തയ്യാറല്ല. അദ്ദേഹവും തയ്യാറല്ല. ഏകപക്ഷീയമായി ഇങ്ങനെ പറയുക. അപ്പോൾ പിന്നെ ആരും അതിനെ നിഷേധിച്ച് ഇങ്ങോട്ട് വരില്ലല്ലോ. ഇവരാരും സംവാദത്തിന് തയ്യാറല്ല, മുഖാമുഖം ഇരുന്ന് സംസാരിക്കാൻ തയ്യാറല്ല. ആരെങ്കിലും ഇനിയും തയ്യാറാകുമെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. എങ്കിൽ പ്രകൃതി ചികിത്സ തന്നെയാണ് യഥാർത്ഥത്തിൽ ശാസ്ത്രീയമായത് എന്ന് ഞാൻ തെളിയിക്കും. കാരണം അത്രയേറെ നിർമ്മലമായ, സുതാര്യമായ, നേരെ കിടക്കുന്ന, പരീക്ഷണ നിരീക്ഷണങ്ങളിലും വിജയിക്കുന്ന, ഫലപ്രാപ്തിയും വിജയകരമായി തന്നെ നൽകുന്ന, ആവർത്തിച്ചാവർത്തിച്ച് പരീക്ഷിച്ചാലും ഫലം കിട്ടുന്ന അത്രയ്ക്ക് സത്യസന്ധമായ ഒന്നാണ് പ്രകൃതി ജീവനം. അതേപോലെ തന്നെ ഈ ഒരു പരിപാടി 1-ാം തീയതി തുടങ്ങി 14-ാം തീയതി വരെ പരമാവധി ഞാൻ യാത്ര ചെയ്യുമ്പോൾ എല്ലാ ജില്ലകളിലും, അതിപ്പോൾ എല്ലാ ജില്ലയിലും എൻ്റെ സഹോദരന്മാരെപ്പോലുള്ള, ബന്ധുക്കളെപ്പോലുള്ള അനേകം പേരുണ്ട്. നിരന്തരമായി അവരുമായി ബന്ധമുള്ളത് കൊണ്ട് പ്രകൃതി പ്രസ്ഥാനവും കേരളത്തിൽ എല്ലാ ഭാഗത്തും ചലിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എന്ത് തിരക്കുണ്ടെങ്കിലും ഈ യാത്ര മുടങ്ങാതെ കഴിയുന്നത്ര ഞാൻ നോക്കുന്നത് ആ ഒരു ബന്ധം കൂടെ മുന്നിൽ കണ്ടുകൊണ്ടാണ്. ഇന്ത്യയിലോ ലോകത്തിൻ്റെ മറ്റേതെങ്കിലും ഒരു ഭാഗത്തോ നേച്ചർ ലൈഫ് നടത്തുന്നത് പോലെ, ജനാരോഗ്യ പ്രസ്ഥാനം നടത്തുന്നത് പോലെ ഒരാരോഗ്യ പ്രവർത്തനം നടക്കുന്നതായി എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. 7ഓളം പ്രകൃതി ചികിത്സാ കേന്ദ്രങ്ങൾ, 2 പ്രകൃതി ഹോട്ടലുകൾ, 100-ഓളം പ്രകൃതി ഉൽപ്പന്നങ്ങൾ, ഇതുപോലൊരു യാത്ര. പിന്നെ അത് കഴിഞ്ഞാലും ക്ലാസ്സുകളും സെമിനാറുകളും പൊതുയോഗങ്ങളും സംവാദങ്ങളും ഒക്കെ ആയിട്ട് ഇത്രയേറെ സജീവമായി നമുക്ക് ഈ ആശയപ്രചരണം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നത് കേരളം നൽകുന്ന അസാധാരണമായൊരു പിന്തുണ കൊണ്ടാണ്. MA ബേബി, ഡോക്ടർ VS വിജയൻ, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, VD സതീശൻ, മേധാ പട്കർ, സ്വാമി അഗ്നിവേശം ഉണ്ടായിരുന്നപ്പോൾ അദ്ദേഹം, അഴീക്കോട് സാറിൻ്റെ കാര്യം പറയേ വേണ്ട. 2000 ആണ്ട് തുടങ്ങി നേച്ചർ ലൈഫിൻ്റെ രക്ഷാധികാരിയായിരുന്നു. മരിക്കുന്നത് വരെ അദ്ദേഹം മറ്റൊരു സംഘടനയുടെയും രക്ഷാധികാരിയായിട്ട് അദ്ദേഹം ഇരുന്നിട്ടില്ല. 1996 എറണാകുളത്ത് നോർത്ത് റെയിൽവേ സ്റ്റേഷൻ അടുത്ത് അരുവി പ്രകൃതി ഹോട്ടൽ ഞാൻ തുടങ്ങുന്നത്. അത് ഉദ്ഘാടനം ചെയ്തത് സുകുമാർ അഴീക്കോട് സാറാണ്. ഒരുപക്ഷെ അദ്ദേഹം ആ സമയത്ത് നൽകിയ വലിയൊരു പിന്തുണയല്ലായിരുന്നെങ്കിൽ ആദ്യഘട്ടത്തിൽ തന്നെ KK ശൈലജയെപ്പോലുള്ളവർ ഞങ്ങളെ ഇല്ലാതാക്കുമായിരുന്നു. അദ്ദേഹം ഉണ്ടായിരുന്നിടത്തോളം സമയം തൊടാൻ അവർക്ക് ധൈര്യം ഉണ്ടായിരുന്നില്ല. ഇനിയും വളരെ പ്രഗത്ഭരായ നിരവധി ആളുകൾ, തുഷാർ ഗാന്ധി,
ഈയിടയ്ക്ക് നേച്ചർ ലൈഫിൽ വന്ന് അദ്ദേഹത്തിൻ്റെ 40 കൊല്ലം പഴക്കമുള്ള പ്രമേഹ മരുന്നുകളെല്ലാം നിർത്തി 40 കൊല്ലം പഴക്കമുള്ള പ്രഷറിൻ്റെ മരുന്നുകൾ പതുക്കെ കുറയ്ക്കാൻ തുടങ്ങി. വളരെ സന്തോഷത്തോടെയാണ് തിരിച്ചു പോയത്. അതുപോലെ ഗാന്ധി പീസ് ഫൗണ്ടേഷൻ കൊച്ചിൻ കേന്ദ്രത്തിൻ്റെ ചെയർമാനായിട്ടുള്ള ഡോക്ടർ എം പി മത്തായി, സർവോദയ മണ്ഡലത്തിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് ടി ബാലകൃഷ്ണൻ, സർവോദയ പ്രസ്ഥാനത്തിൻ്റെ സമാരാധ്യനായ നേതാവ് തായാട്ട് ബാലൻ, സുഗതകുമാരി ടീച്ചർ ഉണ്ടായിരുന്നപ്പോൾ സുഗതകുമാരി ടീച്ചർ, അങ്ങനെ നിരവധിയായ പ്രഗത്ഭ വ്യക്തിത്വങ്ങൾ. അതിൽ നിരവധി ആളുകൾ നേച്ചർ ലൈഫിൽ വന്ന് താമസിച്ച് പ്രകൃതിയുടെ പരിലാളനങ്ങൾ, അതിൻ്റെ പ്രത്യേകതകൾ അനുഭവിച്ചു. അതല്ലാത്തവർ ഈ പ്രവർത്തനത്തെ മനസ്സിലാക്കിക്കൊണ്ട് പിന്തുണച്ചു. MGS നാരായണൻ സാറ് പോലുള്ളവർ, പറഞ്ഞാൽ തീരാത്ത രീതിയിൽ കൽപ്പറ്റ നാരായണൻ മാസ്റ്റർ, അദ്ദേഹത്തെ ഞാൻ ആദ്യമേ പറയേണ്ടിയിരുന്നൊരു പേരാണ്. ഇങ്ങനെ എത്രയോ പ്രഗത്ഭരുടെ പിന്തുണയും സഹായങ്ങളും, സാമ്പത്തികമായി പോലും എന്നെ ആദ്യഘട്ടങ്ങളിൽ സഹായിച്ചത് മേരി റോയ്, അരുന്ധതി റോയ്, അതേപോലെ LC ജോൺ, മോഹൻ മാഷ്, സാമ്പത്തികമായി തന്നെ സഹായിച്ചിട്ടുള്ള അനേകം ആളുകളുണ്ട്. ഈ പ്രവർത്തനം താഴെ വീണു പോകാതെ പിന്തുണയ്ക്കുന്ന അനേകം സാധാരണക്കാർ. ഈ യാത്ര ചെയ്യാൻ പോകുമ്പോൾ എല്ലാ മാസവും 500 രൂപ വരുന്ന സാധാരണ മനുഷ്യരാണ്. അത് മനസ്സിങ്ങനെ തുടിക്കുന്ന ആനന്ദത്തിൻ്റെ ഒരു സമയമാണ്. എല്ലാ മാസവും തൃശ്ശൂരെത്തുമ്പോൾ 1 കൊല ഏത്തപ്പഴം എനിക്ക് കിട്ടും, ഓർഗാനിക്കായിട്ടുള്ളത്. അത് വേണുഗോപാലും ഷിജി വേണുഗോപാലും അവർ തൃശ്ശൂരിലെ കോടന്നൂർ നേച്ചർ ലൈഫിൽ ഈ യാത്ര എത്തുമ്പോൾ അന്നത്തെ സെമിനാറിൽ പ്രകൃതി ഭക്ഷണം തയ്യാറാക്കുന്ന അവരുടെ നേതൃത്വത്തിലാണ്. ഈ യാത്രയിലൂടെ ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ അതിൻ്റെ അനുഭവങ്ങൾ, അതുതന്നെ നല്ലൊരു പുസ്തകം എഴുതാനുള്ളതുണ്ട്. ഏതായാലും ഈ യാത്രയുടെ സിൽവർ ജൂബിലി ആഘോഷങ്ങൾ 2026 മെയ് 13 ബുധനാഴ്ച രാവിലെ 9 മണി മുതൽ കോഴിക്കോട് നേച്ചർ ലൈഫിൽ വെച്ച് നടക്കുകയാണ്. കോഴിക്കോട് സിറ്റിയിൽ തന്നെ വയനാട് റോഡിൽ സിവിൽ സ്റ്റേഷൻ്റെ മെയിൻ ഗേറ്റിൻ്റെ അടുത്ത് അവിടെ ഒരു ഗോഡൗൺ ഉണ്ട്. അതിൻ്റെ പുറകിലായിട്ടാണ് നേച്ചർ ലൈഫ് ഉള്ളത്. ഡോക്ടർ MP മത്തായി സമ്മേളനത്തിൻ്റെ അധ്യക്ഷനാകും. ഹുസൈൻ മടവൂർ, ഡോക്ടർ AV ഭരതൻ, അദ്ദേഹം എൻ്റെ ഒരു ആത്മസുഹൃത്താണ്. 40-ലേറെ വർഷങ്ങളിലെ എൻ്റെ സാമൂഹ്യ പ്രവർത്തനങ്ങളിൽ ഒപ്പമുള്ള ഒരാളാണ്. ഡോക്ടർ MP മത്തായിയും അങ്ങനെ തന്നെയാണ്, മാർഗനിർദ്ദേശകനും ഗുരുവും കൂടിയാണ്. അത് തുടങ്ങിയിട്ട് ടി ബാലകൃഷ്ണൻ തുടങ്ങിയുള്ള സർവോദയ നേതാക്കളും പല സംഘടനകളുടെയും ഭാരവാഹികളും കോഴിക്കോട് സിവിൽ സ്റ്റേഷൻ ഇരിക്കുന്ന ഭാഗത്തെ റെസിഡൻസ് അസോസിയേഷൻ്റെ ഭാരവാഹികളും എല്ലാം ഈ സമ്മേളനത്തിലുണ്ടാകും. ഞാനൊരു പ്രത്യേകമായ പ്രഭാഷണം അന്നത്തേക്ക് വേണ്ടി ചെറിയൊരു പ്രഭാഷണം തയ്യാറാക്കുന്നുണ്ട്. നിങ്ങൾ വരണം. ഞാൻ 25 വർഷമായിട്ട് ഓടുന്നതല്ലേ, ഒരു ദിവസം നിങ്ങൾ എനിക്ക് വേണ്ടി ഒന്ന് ഓടുക. കോഴിക്കോട് സിവിൽ സ്റ്റേഷനിലെ ഈ പരിപാടിയിലൊന്ന് പങ്കെടുക്കണം. ഉച്ചയോടെ തന്നെ നമുക്ക് പരിപാടികൾ സമാപിപ്പിക്കാം. വരും എന്ന വിവരത്തിന് ഒരു സന്ദേശം നൽകണം. 9496044503 94 96 044 503. മറ്റൊരു നമ്പർ കൂടിയുണ്ട്, കോഴിക്കോട് നേച്ചർ ലൈഫിൻ്റെ നമ്പറാണ് 9496044525 94 96 044 525. ഈ 2 നമ്പറുകളിൽ ഏതെങ്കിലും ഒന്നിൽ വാട്സപ്പിലൊരു മെസ്സേജ്, പിന്നെ റൂട്ട് മാപ്പ് കിട്ടേണ്ടവർക്ക് നേരിട്ട് വിളിക്കാം. ഈ സമ്മേളന പരിപാടിയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടെ സൂചിപ്പിക്കട്ടെ. ഈ ഓരോ ജില്ലയിലും ദിവസം ഏതാണെങ്കിലും ആഴ്ച ഏതാണെങ്കിലും ഞായറാവാം, അവധി ദിവസമാവാം,
തിരുനാൾ ദിവസമാവാം, വിഷു ആവാം, ഓണമാവാം, ക്രിസ്തുമസ് ആവാം, മുടക്കാറില്ല കഴിയുന്നത്ര. ആ ദിവസങ്ങളിലെല്ലാം ഈ പരിപാടി സംഘടിപ്പിക്കാൻ പ്രകൃതി പുസ്തകങ്ങൾ, പ്രകൃതി ഉൽപ്പന്നങ്ങളെല്ലാം നൽകാനൊക്കെയായിട്ട് നിസ്വാർത്ഥമായി സേവനം നടത്തുന്ന അനേകം പേരുണ്ട്. അവരിൽ മുഖ്യ സംഘാടകരെ ഈ സമ്മേളനത്തിൽ വെച്ച് ആദരിക്കുന്നുണ്ട്. അത് കേരളത്തിൻ്റെ യഥാർത്ഥ ആരോഗ്യ പ്രവർത്തകരെ, സത്യസന്ധമായി രോഗങ്ങൾ വരാത്ത സുന്ദര ജീവിതം ആ ഒരു സ്വപ്നം മനസ്സിൽ വെച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന യഥാർത്ഥ ആരോഗ്യ പ്രവർത്തകരെ കേരളത്തിന് ഒന്നുകൂടെ പരിചയപ്പെടുത്തുന്ന ഒരു സമയം കൂടിയായിരിക്കും. അങ്ങനെ നമുക്ക് 13-ാം തീയതി ബുധനാഴ്ച രാവിലെ 9 മണി തുടങ്ങി നേരിട്ട് കാണാനും സംസാരിക്കാനും സാധിക്കുമെന്നുള്ള വിശ്വാസത്തോടെ ഒരിക്കൽ കൂടെ എല്ലാവരെയും ക്ഷണിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം.